ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന കഥ ഏതാണെന്നറിയോ? തന്റെ കാണാതായിട്ടുള്ള, അതും സുനാമിയിലെ നഷ്ടപ്പെട്ടുപോയ ഒരു കുട്ടി. ആ കുട്ടിയെ തേടി ഒരമ്മ ഇന്തോനേഷ്യയിലെ ഒരു വിചിത്ര ഗ്രാമത്തിലേക്ക് പോകുന്നു. പക്ഷെ ആ ഗ്രാമത്തിലെത്തിയതിനു ശേഷമാണ് അവർ മനസ്സിലാക്കുന്നത് അതൊരു സാധാരണ ഗ്രാമമല്ലെന്നും ആ ഗ്രാമത്തിലേക്ക് പോയ ആരും ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ലെന്നും. അങ്ങനെ ആ ഗ്രാമത്തിൽ നിന്നും കാണാതായിട്ടുള്ള അവരുടെ മകനെ അവര് കണ്ടുപിടിച്ചു. ആ വിചിത്ര ഗ്രാമത്തിലെ അവരോടൊപ്പം വന്നവർക്ക് എന്താണ് സംഭവിച്ചത് എന്നെല്ലാം നിങ്ങൾ ഇതിനു മുന്നേ ഇതുപോലൊരു സിനിമ ഒരിക്കലും കണ്ടു കാണത്തില്ല. അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ മൂവി കണ്ടു തരുമ്പോൾ കിട്ടാൻ പോകുന്നത്. അതുപോലെ അവസാനം നിങ്ങളുടെ മനസ്സ് ഒരു മരവിച്ച അവസ്ഥയായിരിക്കും. അതുകൊണ്ട് എല്ലാത്തിനും തയ്യാറായിട്ട് ഈ മൂവി നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ചാനൽ SR വോയിസ് മൂവി എക്സ്പ്ലെയിൻ ഇതുപോലുള്ള ഒരുപാട് സിനിമകൾ ഇനിയും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. അപ്പൊ കഥ കേൾക്കാനായിട്ട് എല്ലാവരും തയ്യാറാണെങ്കിൽ നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. ഈ കഥ നടക്കുന്നത് തായ്ലൻഡിലാണ്. ഇപ്പൊ കാണിക്കുമ്പോൾ തായ്ലൻഡിലെ ഒരു വലിയ വീട്. അവിടെ ഇപ്പോൾ ഒരു വലിയ ഫംഗ്ഷൻ നടക്കാണ്. ഇപ്പൊ ആ ഒരു പാർട്ടി അവിടെ നടത്തുന്നത് അമേരിക്കയിലുള്ള പണക്കാരായിട്ടുള്ള കുറച്ച് ആളുകളാണ്. അവർ ഈ പാർട്ടി നടത്താനുള്ള പ്രധാന കാരണം ഇപ്പൊ ഇവിടെയുള്ളവരിൽ പലരും ഈ അനാഥാശ്രമം, അതേപോലെ തന്നെ അനാഥ കുട്ടികളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പോൺസറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പണക്കാരായിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് രണ്ടുപേര് വരുന്നുണ്ട്, ഒരു ഭാര്യയും ഭർത്താവും. ഇതാണ് ഈ മൂവിയിലെ നായകനും നായികയും. ഇതിലെ ഹീറോയുടെ പേര് പോളെന്നും ഹീറോയിന്റെ പേര് ജെന്നി എന്നാണ്. പോളും ജെന്നിയും ഇവിടേക്ക് വരാനായിട്ടുള്ള ഒരു പ്രധാന കാരണം എന്താന്ന് വെച്ചാല് 6 മാസങ്ങൾക്ക് മുന്നേ അവരുടെ 6 വയസ്സുള്ള മകൻ സുനാമിയിൽ കാണാതായി. ആ ഒരു സംഭവത്തിന് ശേഷം അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, അത് തന്റെ മകന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവരെ കൊണ്ട് കഴിയുന്ന സഹായം ആ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും തായ്ലൻഡിലേക്ക് വന്നത്. അങ്ങനെ ആ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്ത് ഇവർ രണ്ടുപേരും നിൽക്കുമ്പോൾ അവിടെ ഒരു വലിയ TV ഉണ്ട്. അതില് ഈ അഗതികളായിട്ട് താമസിക്കുന്നവര്, അതേപോലെ തന്നെ വീടില്ലാതെ കഷ്ടപ്പെടുന്നവര്, ഇവരെ പറ്റിയുള്ള ഒരു വീഡിയോ ആ TVയിൽ കാണിക്കുകയാണ്. അങ്ങനെ ഹീറോയിനും ആ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അതിലെന്തോ ഒരു കാര്യം കാണുന്നുണ്ട്. ഇവരുടെ കയ്യിൽ നിന്ന് ആ ഒരു റിമോട്ട് പെട്ടെന്ന് പിടിച്ചു വാങ്ങി അവൾ ആ വീഡിയോ വീണ്ടും റിവൈൻഡ് അടിച്ച് ഒന്നുകൂടി കാണുന്നു. അങ്ങനെ കാണുമ്പോഴാണ് ഒരു ദ്വീപിലെ ചെറിയ കുട്ടികള് വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ചു കുട്ടികൾ അവിടെ ഉണ്ട്, ഒരു കുട്ടി മാത്രം അതിലെ തിരിഞ്ഞു നോക്കി നടന്നു പോവാണ്. ആ പയ്യന്റെ മുഖം കാണിക്കുന്നില്ല, വളരെ വിഷമത്തോടെ നടന്നു പോകുന്നത് പോലെയാണ് അതിൽ കാണിക്കുന്നത്. ഇത് കണ്ട ഹീറോയിൻ പെട്ടെന്ന് ഇത് സുനാമിയിൽ കാണാതെ പോയ നമ്മുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് അവള് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങുന്നതും ഹീറോ വന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല, ഇതൊരിക്കലും നമ്മുടെ മകനല്ല, നിനക്കത് തോന്നിയതാണെന്ന് പറയുമ്പോൾ അവൾ ഒരിക്കലും അത് സമ്മതിക്കുന്നില്ല. പക്ഷേ ഹീറോയ്ക്ക് അറിയാം 6 മാസം മുന്നേ കാണാതായിട്ടുള്ള അവരുടെ മകൻ എന്തായാലും മരിച്ചിട്ടുണ്ടാവുമെന്ന്. പക്ഷെ അതൊന്നും കാര്യമാക്കാത്ത ഹീറോയിൻ തന്റെ മകനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ ഒരു പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ഒരു ടാക്സി വിളിച്ച് ടാക്സിയിലെ അവരുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോകുന്ന വഴിക്കും രണ്ടുപേര് കാറിലിരുന്ന് നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുന്നുണ്ട്. ഹീറോയിൻ പറയുന്നത് അത് നമ്മുടെ മകനാണ്, അവൻ എനിക്ക് രക്ഷപ്പെടുത്തണം, ഞാൻ ആ സ്ഥലത്തേക്ക് പോവാണെന്ന് പറയുമ്പോൾ ഹീറോ ഒരിക്കലും അത് സമ്മതിക്കില്ല, അത് നമ്മുടെ മകനല്ല, അവൻ ആ ഒരു സുനാമിയിൽ പെട്ട് മരിച്ചുപോയി, ഇത് നിനക്ക് തോന്നുന്നതാണ് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഹീറോയിൻ അപ്പോഴും അതൊന്നും സമ്മതിച്ചു കൊടുക്കാതെ ഇവരുടെ വഴക്ക് കുറച്ച് കൂടുതലായിട്ട് പെട്ടെന്ന് ഹീറോയിൻ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ തെരുവിലേക്ക് ഇറങ്ങാണ്. എന്നിട്ട് അവിടെയുള്ള നാട്ടുകാരുണ്ടല്ലോ, അവരോട് ഹീറോയിൻ ആ TVയിൽ കണ്ട സ്ഥലം ഒരു ദ്വീപാണ്, ആ ദ്വീപിന്റെ പേര് പറഞ്ഞ് അവിടേക്ക് പോകാനായിട്ടുള്ള വഴി എങ്ങനെയാണ് എന്നെല്ലാം അവരോട് ചോദിക്കുമ്പോൾ അവർക്കാർക്കും അവിടേക്കുള്ള വഴി അറിയത്തില്ല. അങ്ങനെ വഴിയിൽ കാണുന്ന എല്ലാവരോടും ഈ വഴി ചോദിക്കുമ്പോൾ അവിടെയുള്ള ആർക്കും അതിലേക്ക് പോകാനായിട്ടുള്ള വഴി അറിയത്തില്ല. അങ്ങനെ അവസാനം ഹീറോയിൻ ഒരു ബാറിനകത്തേക്ക് കയറി ചെല്ലും. ഇപ്പൊ പുറകെ വരുന്ന ഹീറോ ആണെങ്കിലോ ഹീറോയിൻ അന്വേഷിച്ച് അവിടെ നടക്കാണ്, അവളെ എവിടെയും കാണുന്നില്ല. അങ്ങനെ അവസാനം ഹീറോയും ആ ബാർ കണ്ടുപിടിച്ചിട്ട് അതിനകത്തേക്ക് വരുന്നതും ഹീറോയിൻ ഇപ്പോ ബാറിൽ ജോലി ചെയ്യുന്ന ഒരുത്തനോട് ഈ ദ്വീപിന്റെ പേര് പറഞ്ഞ് അവിടേക്കുള്ള വഴി ചോദിക്കുമ്പോൾ അവൻ അറിയത്തില്ല എന്ന് പറയും. അപ്പൊ അവളുടെ പിറകെ വന്ന ഹീറോ അവളെ പിടിച്ച് സമാധാനിപ്പിക്കുകയാണ്, നമ്മുടെ മകൻ മരിച്ചുപോയി, അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നീ ഇനി പോകേണ്ട ആവശ്യമില്ല എന്നെല്ലാം പറയുമ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ട്. അവരിത് കേട്ടിട്ട്, ഓക്കെ, നിങ്ങൾ പറയുന്ന ആ ഒരു ദ്വീപിലേക്ക് പോകാനായിട്ടുള്ള വഴി ഒരാൾക്കറിയാം, അയാളെ എനിക്കറിയാം, എന്റെ പിറകെ വന്നു കഴിഞ്ഞാൽ ഞാൻ അയാളെ കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ എന്നിട്ട് ഇവരെ രണ്ടുപേരെയും ആ ബാറിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് തെരുവിലൂടെ കുറേ ദൂരം നടന്ന അവസാനം വേറെ ഏതോ ഒരു ബാറിനകത്തേക്ക് ഇവരെ രണ്ടുപേരെ കൊണ്ടുപോവാണ്. അവിടെ ഒരുത്തനുണ്ട്, അവൻ നല്ലവനാണോ മോശപ്പെട്ടവനാണോ എന്നൊന്നും അറിയത്തില്ല. ഇപ്പൊ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇവരുടെ പ്രശ്നം എന്താണെന്ന് പറയുന്നതും ഇവരെ രണ്ടുപേരും അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വീഡിയോ അവന് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് ഇവിടേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, കൊണ്ടുപോകാനൊക്കെ കഴിയും, പക്ഷെ ഈ അവസരത്തില് അവിടേക്ക് ബസ്സിലോ അതേപോലെ തന്നെ പ്ലെയിനിലോ പോകാൻ കഴിയത്തില്ല, ആകെ പോകാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം ബോട്ടിൽ മാത്രമാണ്, അതും കടൽ വഴി. അങ്ങനെ കടൽ വഴിയെ നിങ്ങൾ എവിടേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ
ഏകദേശം ഒരു 15 ലക്ഷം രൂപ ചെലവാകുമെന്ന് പറയുമ്പോൾ ഇവരത് കേട്ട് ഷോക്കാവും. അത്രയും പണം ചെലവാകും. അങ്ങനെ ഹീറോ പറയും, ഓക്കെ, ഞങ്ങൾ എന്തായാലും നിങ്ങളോട് ആ ഒരു കാര്യം പറയാന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരും തിരിച്ച് അവരുടെ റൂമിലേക്ക് വരികയാണ്. ഇപ്പോൾ ഹീറോയും കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും ഹീറോ ആ വീഡിയോ തന്നെ വീണ്ടും പ്ലേ ചെയ്ത് കണ്ടിട്ട് ഒരവസരത്തിൽ ഹീറോയ്ക്കും ഒരു സംശയമുണ്ട്, ഇതിനിപ്പോ തങ്ങളുടെ മകൻ തന്നെയാണോ എന്ന്. കാരണം ആ വീഡിയോ തന്നെ വീണ്ടും വീണ്ടും കണ്ടിട്ട് ഹീറോയ്ക്കും സംശയമായി. ഇനിയിപ്പോ തങ്ങളുടെ മകനാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്തായാലും പോയി നോക്കാന്ന് വിചാരിച്ച് ഹീറോ അവിടേക്ക് പോകാനായിട്ട് തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഇവര് രണ്ടുപേരും നേരത്തെ കണ്ട ഒരുത്തനുണ്ടല്ലോ, അവന്റെ കയ്യിൽ അവൻ ചോദിച്ച ആ ഒരു പണം മുഴുവനായിട്ടും കൊടുത്തിട്ട് ഇപ്പൊ അവനോടൊപ്പം ആ ഒരു ദ്വീപിനടുത്തേക്ക് പോകാനായിട്ട് ആ ബോട്ടിനടുത്തേക്ക് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരൊരു വലിയ ബോട്ടിൽ കയറി അവിടെ നിന്നും ഈ തായ്ലൻഡിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്കാണ് ഈ ബോട്ട് പോകുന്നത്. അപ്പൊ അതും ഒരു വലിയ ദ്വീപാണ്. അങ്ങനെ അവസാനം ഇവർ ആ ബോട്ടില് ഈ ദ്വീപിലേക്ക് വന്നിറങ്ങുന്നു. അങ്ങനെ ഇവരെ രണ്ടുപേരെയും കൂട്ടിയിട്ട് കരയിലേക്ക് വരുമ്പോഴത്തേക്കും കരയിൽ നിന്ന് ഒരു 3 പേര് കണ്ടാല് റൗഡികളെ പോലെ ഇരിക്കും. അവര് 3 പേരും നടന്നിങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇവരെ വെൽക്കം ചെയ്യാനായിട്ടാണ് അവര് വരുന്നത് എന്ന് വിചാരിച്ച് ഈ തായ്ലൻഡുകാരനുണ്ടല്ലോ, അവനാണെങ്കിലോ മുന്നിലേക്ക് നടന്നു വരുന്നതും പെട്ടെന്ന് വന്ന ആ ഒരു 3 പേര് അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഈ ഒരു തായ്ലൻഡുകാരനെ അവിടെ വെച്ച് തന്നെ അടിച്ചടിച്ച് കൊല്ലുകയാണ്. ഇത് കണ്ട ഹീറോയിനും നല്ലതുപോലെ പേടിച്ചിട്ട് അവർ മാറി നിൽക്കും. കാരണം ഈ ഒരു അറ്റാക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നല്ലോ. അപ്പോഴാണ് കാടിനുള്ളിൽ നിന്നും ഒരു ചുരുണ്ട മുടിക്കാരൻ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഹീറോയെ കണ്ടിട്ട്, ഹേയ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അതൊരു പഴയ കണക്ക് തീർക്കുന്നതാണ്, നിങ്ങൾ എന്നോടൊപ്പം പോരെന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെയും അകത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഇവരെ രണ്ടുപേരെയും കൂട്ടി കാടിനകത്തേക്ക് വന്നിട്ട് അവിടെ വലിയൊരു വീടുണ്ട് ഇവർക്ക് താമസിക്കാനായിട്ട്. അതിനകത്തേക്ക് ആ ഒരു ചുരുണ്ട മുടിക്കാരൻ ഇവരെ രണ്ടുപേരും കൊണ്ടുവരുമ്പോൾ അകത്തേക്ക് വന്ന ഇവരെ രണ്ടുപേരും അവരുടെ മകന്റെ ഫോട്ടോ എടുത്ത് അയാളെ കാണിക്കും. എന്നിട്ട് പറയും, ഇതാണ് ഞങ്ങളുടെ മകൻ, ഇവനെയാണ് കാണാതായത്, ഇവനെ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ സഹായിക്കണമെന്ന് പറയുമ്പോൾ അയാൾ പറയും, അതിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്തായാലും നിങ്ങളുടെ പയ്യനെ കണ്ടുപിടിക്കാം, അടുത്ത ദിവസമാവട്ടെ, ഇന്നെന്തായാലും നിങ്ങൾ റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ അന്ന് രാത്രിയാകുമ്പോൾ ഈ ബീച്ച് സൈഡിലായിട്ട് ഒരുപാട് വെളിച്ചം കാണുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും ബീച്ചിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഈ ദ്വീപിലെ ഗ്രാമവാസികളുണ്ടല്ലോ അവരെല്ലാവരും കരയിലേക്ക് വന്നിട്ട് ഈ പേപ്പർ വിളക്കുകൾ കത്തിച്ചിട്ട് അത് മുകളിലേക്ക് പറത്തി വിടുന്നു. ഇതെന്താ ഈ ഗ്രാമത്തിലെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനും അവരോടൊപ്പം ചേർന്ന് അതുപോലെ ഒരു വിളക്ക് മുകളിലേക്ക് കത്തിച്ചു വിടുന്നു. അതും തന്റെ മകനെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. അങ്ങനെ കുറച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ആ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഹീറോയിനെ അവിടെ കാണാനില്ല. അവൾ എവിടെയാന്ന് അന്വേഷിച്ച് ഓരോ വീട്ടിലും പോയി എന്നെ നോക്കുമ്പോഴത്തേക്കാണ് ഒരു വീടിനുള്ളിൽ നേരത്തെ കണ്ട 3 റൗഡികളിൽ ഒരുത്തനുണ്ടല്ലോ, അവനിപ്പോ ആ വീടിനകത്ത് നിന്ന് അതിനകത്ത് ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടെ വസ്ത്രമെല്ലാം മാറ്റിയിട്ട് അവരെ ചുറ്റി ഇങ്ങനെ നോക്കുന്നു. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഹീറോ കുറെ നേരം അവിടെ തന്നെ നോക്കി നിന്ന് അത് കഴിഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് ആ ഒരു ബീച്ചിനടുത്തേക്ക് വരികയാണ്. അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് കുറച്ച് കുട്ടികൾ ഈ കല്ല് പിറക്കി വെള്ളത്തിലേക്ക് എറിയുന്നു. അതേപോലെ തന്നെ കുറച്ച് ദൂരെയായിട്ടല്ലേ എറിഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്ന് കളിക്കാണ്. അപ്പോൾ ഹീറോ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു പയ്യന്മാരോട് ചോദിക്കും തന്റെ ഭാര്യയെ കണ്ടുവന്ന്. പക്ഷെ ആ കുട്ടികളാണെങ്കിലോ ഹീറോയോട് മറുപടി ഒന്നും പറയാതെ ഹീറോയെ തന്നെ നോക്കി നിൽക്കാണ്. ഹീറോ പോയതിനു ശേഷം അവർ വീണ്ടും അവിടെ നിന്ന് കല്ലെറിഞ്ഞ് കളിക്കുന്നു. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം എന്താണെന്ന് കാണിക്കുമ്പോൾ ഈ കുട്ടികൾ കല്ലെറിഞ്ഞ് കളിക്കുന്നത് എന്തിലാണെന്നറിയോ, ഇവരോടൊപ്പം വന്ന ആ ഒരു തായ്ലൻഡുകാരനെ അവിടെ കൊന്നിട്ടേക്കാണ്. അവന്റെ ശരീരത്തിലേക്കാണ് ഇവർ കല്ലിറക്കി എറിയുന്നത്. അങ്ങനെ ആ സീൻ കട്ട് ചെയ്തിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ അടുത്ത ദിവസം രാവിലെ തന്നെ ആ ഒരു ചുരുണ്ട മുടിക്കാരനും അയാളുടെ സഹായിയും നമ്മുടെ ഹീറോയിൻ ഇവരെ രണ്ടുപേരെയും ബോട്ടില് അവരുടെ മകനെ അന്വേഷിച്ച് പോവാണ്. അങ്ങനെ ഇവരുടെ ബോട്ട് കുറേ ദൂരെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു. ഈ തായ്ലൻഡ് നാട്ടിലെ ചില ഈ കാട് പ്രദേശങ്ങളൊക്കെ കാണണം, വളരെ ഭംഗിയുള്ളതാണ്. ഒരു പ്രത്യേകതരം പാറ, മലകള് ഇങ്ങനെയുള്ള അടങ്ങിയത്. അപ്പൊ അതിനിടയിലൂടെ ഈ ബോട്ട് പോകുമ്പോൾ വേറൊരു ചെറിയ ബോട്ട് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ബോട്ട് ഇവരുടെ ബോട്ടിന്റെ അടുത്തേക്ക് നിർത്തി അതിൽ നിന്ന് ഒരുത്തൻ ഈ ബോട്ടിലേക്ക് കയറിയിട്ട് ഹീറോയിന്റെ അടുത്തേക്ക് വന്ന്, നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇപ്പൊ ആ ഒരു കുട്ടിയെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 25,000 രൂപ വേണം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കേട്ട ഹീറോ പെട്ടെന്ന് ഷോക്കാവും. അല്ല, ഇതിനു മുന്നേ അല്ലേ 15 ലക്ഷം രൂപ ഞങ്ങളുടെ നിന്ന് നിങ്ങൾ വാങ്ങിച്ചത്, ഇനിയും പണം വേണോ? അതൊരിക്കലും നടക്കത്തില്ല എന്ന് പറയുമ്പോൾ അവൻ പറയും, അത് വേറെ ഡീലിംഗ് ആണ്, അതും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, നിങ്ങൾക്ക് കുട്ടിയെ കാണണോ, അങ്ങനെയാണെങ്കിൽ 25,000 രൂപ വേണമെന്ന് പറയുമ്പോൾ ഇത്രയും ദൂരം വന്നിട്ട് ഇനിയിപ്പോ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ ഹീറോ തന്റെ കയ്യിലുള്ള പണം എടുത്ത് അയാളുടെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു പണം കൊടുക്കുന്നതും ഇവരെ എല്ലാവരെയും അടുത്തുള്ള ഒരു കാടിനകത്തേക്ക് കൊണ്ടുപോവാണ്. അതിനകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ചതുപ്പ് നിലം പോലെ ഒരു സ്ഥലം, അതിനുള്ളിലൂടെ കുറെ ദൂരം നടന്ന് ഒരു പഴയ വീടുണ്ട്. അതിനകത്തേക്ക് ഇവരെ കൊണ്ടുപോകുമ്പോൾ അതിനകത്തൊരു ചെറിയ പയ്യൻ നിൽക്കുന്നു. എന്നിട്ട് പറയുന്നേ, ഇതല്ലേ നിങ്ങളുടെ മകൻ എന്ന് ചോദിക്കുമ്പോൾ അതൊരിക്കലും ഇവരുടെ മകനല്ല. പക്ഷെ ആ ഒരു ചെറിയ പയ്യനാണെങ്കിലോ ഇവരെ കാണുന്നത് ഹീറോയിനെ കണ്ടിട്ട് മമ്മി എന്ന് വിളിക്കുകയാണ്. ഇത് കണ്ട ഹീറോയ്ക്കാണെങ്കിലും നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ഹീറോയിനാണെങ്കിലോ ആ കുട്ടി അങ്ങനെ വിളിക്കുന്നത് കൊണ്ട് തന്റെ മകനാണെന്ന് വിചാരിച്ച് അവന്റെ അടുത്തേക്ക് ചെന്നിരിക്കുന്നു. ഇനിയിപ്പോ ഈ പയ്യനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുമെന്നുള്ള പേടിയിൽ ഹീറോ പെട്ടെന്ന്
ഹീറോയിനെ അവിടെ നിന്ന് പിടിച്ച് പുറകിലേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പൊ ആ ഒരു ചുരുണ്ട മുടിക്കാരനോട് ഫോട്ടോ കാണിച്ചിട്ട്, നിങ്ങളെന്താ കളിക്കുവാണോ? ഞങ്ങളുടെ മകന്റെ ഫോട്ടോ നിങ്ങൾ നല്ലതുപോലെ കണ്ടതല്ലേ? ഇതെന്റെ മകനല്ല, നിങ്ങളെന്താ ഞങ്ങളെ പറ്റിക്കാൻ നോക്കുവാണോ? ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ പണം തിരിച്ചു തരാൻ പറയുമ്പോഴത്തേക്കും ആ ചുരുണ്ട മുടിക്കാരൻ പറയും, ഏയ് നിങ്ങളൊന്ന് സമാധാനപ്പെട്, ഇത് നിങ്ങളുടെ മകനല്ല, അത്രയല്ലേ ഉള്ളൂ. ഞാൻ നിങ്ങളെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവാം. അവിടെയും ഒരു ദ്വീപാണ്, അവിടെ ഒരുപാട് കുട്ടികളുണ്ട്, അവിടെ എന്തായാലും നിങ്ങളുടെ മകൻ ഉണ്ടാവും. ആ ദ്വീപിന്റെ പേര് വിനിയ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആ ദ്വീപിലേക്ക് പോയി കഴിഞ്ഞാല് നമുക്കൊരിക്കലും തിരിച്ചു വരാൻ കഴിയത്തില്ല. ഇതിനു മുന്നേ ആ ദ്വീപിലേക്ക് പോയവരാരും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. ഈ ഗ്രാമത്തിലുള്ളവരെ ആ ദ്വീപിനെ വിളിക്കുന്നത് നരകമെന്നാണ്. നിങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുത്ത് ഞാൻ എന്തായാലും നിങ്ങളെ ആ ഒരു ദ്വീപിലേക്ക് കൊണ്ടുപോവാം. ഒരുപക്ഷെ നിങ്ങളുടെ മകൻ അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന ഹീറോയിൻ, ഓക്കെ നമുക്ക് അവിടെയും പോവാന്ന് പറഞ്ഞ് അവസാനം ഒരു തവണ കൂടി അവിടേക്കൊന്ന് പോയി നോക്കാന്ന് വിചാരിച്ചിട്ട് ഇവരെല്ലാവരും ഇപ്പൊ ആ ദ്വീപിലേക്ക് പോവാണ്. അങ്ങനെ ബോട്ടിൽ തന്നെയാണ് രാത്രിയും യാത്ര. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ആ ബോട്ടിൽ നിന്നിട്ട് അവളുടെ ഇമാജിനേഷനിൽ ഒരു കാര്യം കാണുന്നു. കാരണം മറ്റൊരു ബോട്ട് ഇവരുടെ എതിരെ വരുന്നത് പോലെയും ആ ബോട്ടിനുള്ളിൽ ഒരുപാട് കുട്ടികൾ നിൽക്കുന്നത് പോലെയും. അത് ഇവളുടെ ഇമാജിനേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മറഞ്ഞു പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ തന്നെ ഇവർ ആ ഒരു ബോട്ടുമായിട്ട് ദ്വീപിനടുത്തേക്ക് എത്തി. അതിന്റെ ആ ഒരു ബോർഡർ ഭാഗം ഉണ്ടല്ലോ, അവിടേക്ക് എത്തി. ഇപ്പൊ ആ ഒരു ദ്വീപിനുള്ളിലേക്ക് കടക്കുമ്പോൾ ഒരു ഭയാനകമായിട്ടുള്ള, അത് പേടിപ്പെടുത്തുന്ന രീതിയിലാണ് ആ ഒരു ദ്വീപ് തന്നെ ഉള്ളത്. അത് പുക കൊണ്ട് മൂടിയിട്ട് ഈ ചുരുണ്ട മുടിക്കാരനും അവരെ സഹായിക്കും. ഇത് കാണുമ്പോൾ തന്നെ നല്ല പേടിയാവുന്നുണ്ട്. ആ പേടിയോട് തന്നെ ഇവരെല്ലാവരും ആ ദ്വീപിനുള്ളിലേക്ക് പോകും. അങ്ങനെ ആ ഒരു കാടെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇവർ ആ ഒരു ദ്വീപിനടുത്തേക്ക് എത്തും. ഇവിടെ എത്തുമ്പോഴത്തേക്കാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, നമ്മുടെ ഹീറോയിനും ആ വീഡിയോയിൽ കണ്ട ഒരു ദ്വീപുണ്ടല്ലോ, ആ സെയിം ദ്വീപാണിത്. അപ്പൊ ഈ ദ്വീപിൽ ഇവർ ആദ്യമായിട്ടാണ് വരുന്നത്. സത്യത്തിലെ ഹീറോയിനും പോകേണ്ടിരുന്നത് ഈ ദ്വീപിലാണ്. അങ്ങനെ ഇവരുടെ ബോട്ട് ആ ദ്വീപിനടുത്തേക്ക് കൊണ്ട് നിർത്തിയിട്ട് ഇപ്പൊ അതിനകത്തേക്ക് എല്ലാവരും ഇറങ്ങി വരും. കറക്റ്റ് സമയത്ത് തന്നെ നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ആ ദ്വീപിനകത്തേക്ക് കയറി നോക്കുമ്പോൾ അവിടെ ഒരു ഒറ്റ മനുഷ്യനെ പോലും കാണാനില്ല. എന്താന്ന് വെച്ചാല് മുതിർന്ന ആളുകളെ ഒന്നും കാണാൻ കഴിയുന്നില്ല. ഈ നാശം സംഭവിച്ച ഒരു ദ്വീപുണ്ടല്ലോ, അതുപോലെയാണ് കിടക്കുന്നത്. ഇത് കൂടിയാവുന്നത് ഹീറോയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഹീറോ വിചാരിക്കും ഈ ചുരുണ്ട മുടിക്കാരൻ തന്നെ പറ്റിച്ചതാണെന്ന്. ആ ദേഷ്യത്തിലെ ഹീറോ, അപ്പൊ നിങ്ങൾ എന്നെ പറ്റിക്കുമായിരുന്നു, മര്യാദയ്ക്ക് എന്റെ പണം തിരികെ തന്നു എന്ന് പറഞ്ഞിട്ട് അവരോട് വഴക്കിടാൻ ചെല്ലുമ്പോൾ ആ ചുരുണ്ട മുടിക്കാരന്റെ സഹായം ഉണ്ടല്ലോ, അവന് ദേഷ്യപ്പെട്ട് മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് കണ്ട ഹീറോ പെട്ടെന്ന് പേടിച്ചു പോകും. അങ്ങനെ ഹീറോ കുറച്ച് മാറി നിൽക്കുമ്പോഴത്തേക്കും ഇവര് രണ്ടുപേരും ഉള്ളിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി ഇവര് രണ്ടുപേരും കുറച്ച് ഉള്ളിലേക്ക് നടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു ചെറിയ പയ്യൻ വന്ന് നിൽക്കുന്നു. അവന്റെ ദേഹം മുഴുവനായിട്ടും ചെളിയെല്ലാം വെച്ചിങ്ങനെ മൂടിയേക്കാണ്. അങ്ങനെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട്, മോനെ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ പയ്യനാണെങ്കിലും മറുപടിയൊന്നും പറയുന്നില്ല. അങ്ങനെ ആ ഒരു പയ്യനടുത്തേക്ക് നടന്നു ചെന്ന് അവന്റെ തോളിലേക്ക് നമ്മുടെ ചുരുണ്ട മുടിക്കാരൻ കൈ എടുത്തു വെക്കുന്നതും ഈ വട്ട് ചെറുക്കം പെട്ടെന്ന് ചുരുണ്ട മുടിക്കാരന്റെ കൈയിലേക്ക് ഒരു ഒറ്റക്കടി, എന്നിട്ട് അവിടെ നിന്ന് ഓടി അങ്ങ് രക്ഷപ്പെടും. അങ്ങനെ ആ പയ്യൻ എവിടെ പോയിന്നറിയാതെ കുറച്ച് കഴിയുമ്പോൾ തന്നെ രാത്രിയാവുന്നു. അതുകൊണ്ട് ഈ സ്ഥലവും ഇവർക്ക് നല്ലതുപോലെ അറിയത്തില്ല. അങ്ങനെ അവിടെ ഒരു ടെന്റ് ഉണ്ട്, അവിടെ തന്നെ ഇവർ രാത്രി സ്റ്റേ ചെയ്യാണ്. അങ്ങനെ ഹീറോ ഇവരുടെ അടുത്ത് ഇരിക്കുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച് മദ്യം കൊടുക്കും. അതെടുത്ത് നല്ലതുപോലെ കുടിക്കുമ്പോഴത്തേക്കാണ് ഹീറോ ആ മദ്യം കുടിച്ചതിന് ശേഷം അവൻ എന്തൊക്കെയോ ഇല്യൂഷൻ വരുന്നു. എന്താന്ന് വെച്ചാല് ഇവർ നിൽക്കുന്ന ഈ ഒരു ദ്വീപ് മുഴുവനായിട്ട് തീ പിടിക്കുന്നത് പോലെയും അതേപോലെ വേറെന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിക്കുന്നത് പോലെയും ഇതെല്ലാം കണ്ട് ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെയായിട്ട് അവന്റെ ബോധം നഷ്ടപ്പെടും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെയായി. ഇവരുടെ ബോട്ട് കരയിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവരുടെ ബോട്ട് കരയിലില്ല. കാരണം ആ ഒരു ബോട്ട് ഇപ്പോ കുറെ ദൂരം ഒഴുകിപ്പോയിരുന്നു. ഇതിപ്പോ എങ്ങനെയാണ് സംഭവിച്ചെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ആ ഒരു ചുരുണ്ട മുടിക്കാരൻ പറയുന്നത് ഇതെന്തായാലും ആ ചെറിയ പയ്യനായിരിക്കും ചെയ്തത്. ആ ദേഷ്യത്തിലെ ഈ ചുരുണ്ട മുടിക്കാരൻ നേരെ അകത്തേക്ക് പോവാണ്. ഇതാരാണ് ചെയ്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സമയം നമ്മുടെ ഹീറോയിനും വേറെ എന്തെങ്കിലും ഈ ഒരു ദ്വീപിൽ നിന്ന് കാണാൻ കഴിയുമെന്ന് അറിയാൻ വേണ്ടി ഇവരുടെ കുട്ടിയെ അന്വേഷിച്ച് ആ ദ്വീപിനുള്ളിലേക്ക് നടന്നു പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്കാണ് കുറെ കുട്ടികൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഇവരെ കാണുന്നതും അവരെല്ലാവരും അവിടെ നിന്ന് പെട്ടെന്ന് ഓടി രക്ഷപ്പെടും. അങ്ങനെ ഇവരും അവരോടൊപ്പം തന്നെ ഓടി വരികയാണ്. അവസാനം ഈ കുട്ടികൾ എവിടേക്കാണ് പോയെന്ന് നോക്കുമ്പോൾ അവിടെ ചെറിയൊരു വീടുണ്ട്. അതിനുള്ളിലെ ആ 3 കുട്ടികളും അതേപോലെ തന്നെ വേറെ ഒരുപാട് കുട്ടികൾ ഇരിപ്പുണ്ട്. അതുപോലെ ഇവരെല്ലാവരും ചോറ് പോലെ എന്തോ ഒരു കാര്യം വാരി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഹീറോയിനാണെങ്കിലോ പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് ചെന്നിട്ട് ആ ചോറെടുത്ത് അവരുടെ മുന്നിൽ വെച്ച് തന്നെ അത് വാരി ഇങ്ങനെ തിന്നുന്നു. ഇത് കണ്ട ഹീറോയ്ക്കാണെങ്കിലോ ഒന്നും മനസ്സിലാവുന്നില്ല. ഇതെന്താ ഇവളിങ്ങനെ ചെയ്യുന്നേ എന്ന് വിചാരിച്ചിട്ട് ഹീറോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ കുട്ടികളെ ഹീറോയിൻ തിന്നുന്നത് കണ്ടിട്ട് അവര് പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങും. ഇത് കണ്ട ഹീറോയിനാണെങ്കിലോ ആ കുട്ടികൾ ചിരിക്കുന്നത് പോലെ തന്നെ തിരിച്ചും ചിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ ആഹാരം കഴിച്ചതുകൊണ്ടാണോ എന്താണെന്നറിയത്തില്ല, അവള് ഭ്രാന്തിയെ പോലെ ചിരിക്കുമ്പോഴത്തേക്കും ഇത് കണ്ട ഹീറോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് ഹീറോയിനെ പെട്ടെന്ന് വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഹീറോയിൻ ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷെ പെട്ടെന്ന് അവളുടെ ചിരി നിന്നിട്ട് ഹീറോയിൻ ഇപ്പൊ കരയാൻ തുടങ്ങുന്നു. അതുമല്ല ഹീറോയെ കെട്ടിപ്പിടിച്ചിട്ട് ഭ്രാന്തിയെ പോലെ കിടന്ന് കരയുമ്പോഴത്തേക്കും ഇനിയിപ്പോ എന്താണ് സംഭവിച്ചെന്നറിയാതെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ അന്ന് രാത്രിയായി.
ഹീറോയിനും ഉള്ളത് അതേ കൂടാരത്തിനകത്താണ്. അങ്ങനെ ഹീറോ താഴെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവന്റെ മുന്നിൽ ആരോ വരുന്നത് പോലെ. എഴുന്നേറ്റ് നോക്കുമ്പോൾ അവരുടെ മകനുണ്ടല്ലോ, ആ പയ്യൻ മുന്നിൽ നിൽക്കുന്നു. ഹീറോ ആ ഒരു പയ്യനെ കാണുമ്പോൾ ആ പയ്യൻ പെട്ടെന്ന് കാടിനകത്തേക്ക് ഓടിപ്പോവും. ഇത് കണ്ട ഹീറോ അവന്റെ പിറകെ തന്നെ പോവാണ്. അങ്ങനെ ഒരിടത്ത് ആ ഒരു പയ്യൻ അനങ്ങാതെ നിൽക്കുമ്പോഴത്തേക്കും ഹീറോ പുറകെ വന്ന് അവനെ കെട്ടിപ്പിടിച്ചിട്ട് മോനെ നീ എവിടെയായിരുന്നെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആ പയ്യനെ കാണാതാവുന്നു. ഇപ്പൊ എന്ത് പറ്റിയെന്ന് ആലോചിച്ചിട്ട് ഹീറോ അവിടെ നിന്ന് തിരിച്ച് തന്റെ ആ ഒരു റൂമിനടുത്തേക്ക് നടന്നു വരികയാണ്. അകത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് ഹീറോയിന്റെ അടുത്ത് അവരുടെ മകൻ നിന്നിട്ട് ഹീറോയിന്റെ ചെവിയിൽ എന്തോ ഒരു കാര്യം പറയുന്നു. അങ്ങനെ ആ പയ്യൻ പറയുന്ന കാര്യങ്ങളെ കേൾക്കും തോറും ഹീറോയെ നോക്കിയിട്ട് നല്ലതുപോലെ ദേഷ്യപ്പെടുന്നുണ്ട്. പെട്ടെന്ന് കാണിക്കുമ്പോൾ രണ്ടുപേരും വെളിയിൽ നിൽക്കുന്നു. അതേപോലെ തന്നെ ആ ഒരു ഇരുട്ടിലേക്ക് രണ്ടുപേരും മറഞ്ഞു പോവാണ്. ഇത് കണ്ട ഹീറോ പെട്ടെന്ന് പേടിച്ചിട്ട് കണ്ണു തുറക്കുമ്പോൾ ഇത്രയും നേരം അവൻ കണ്ടത് എല്ലാം സ്വപ്നമായിരുന്നു. ഇവിടെയാണ് ഹീറോ ഓരോ കാര്യങ്ങളായിട്ട് ആലോചിച്ച് നോക്കുന്നത്. താൻ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളെല്ലാം കാണാൻ തുടങ്ങിയത് സത്യത്തിലെ ഈ ദ്വീപിലേക്ക് വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഹീറോ മനസ്സിലാക്കും ഈ ദ്വീപിൽ ഇനി ഒരു നിമിഷം പോലും നിൽക്കരുത്, ഇത് വളരെ മോശപ്പെട്ടൊരു ദ്വീപാണ് എന്ന് മനസ്സിലാക്കുന്നതും ആ ഒരു ചുരുണ്ട മുടിക്കാരനും പിന്നെ അയാളുടെ സഹായി ഉണ്ടല്ലോ, ഇവര് രണ്ടുപേരും എവിടെയാണെന്ന് പോലും അറിയത്തില്ല. പക്ഷേ നമ്മുടെ ഹീറോയിനും ഈ കാട്ടിൽ നിന്നും അല്ലെങ്കിൽ ഈ ദ്വീപിൽ നിന്നും രക്ഷപ്പെട്ട് വെളിയിൽ പോകണം. അതിനു വേണ്ടിയിട്ട് ഇവര് വെളിയിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു വഴി കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ കാടിനുള്ളിലൂടെ നടന്നു വരുമ്പോൾ അവിടെയുള്ള മരത്തിന് മുകളിലെല്ലാം ഈ കാടിനുള്ളിലുള്ള ചെറിയ കുട്ടികളുണ്ടല്ലോ, അവര് കയറി നിൽക്കുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് വിചാരിച്ചിട്ട് ഇവര് നടന്നു പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരുത്തൻ മരത്തിന് മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. അത് ശരീരം മുഴുവൻ രക്തമായിട്ട് മരിച്ചു കിടക്കാണ്. അത് വേറെ ആരുമല്ല, ആ ഒരു ചുരുണ്ട മുടിക്കാരന്റെ സഹായി ഉണ്ടല്ലോ, അവനാണ്. അപ്പൊ ഇവന്റെ അവസ്ഥ ഇതാണെങ്കിൽ ചുരുണ്ട മുടിക്കാരൻ എവിടെയായിരിക്കും അറിയത്തില്ല. പക്ഷെ ഇതിനെല്ലാം കാരണം ആ ചെറിയ കുട്ടികളാണ്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ഹീറോയിനെ പേടിച്ചങ്ങനെ നിൽക്കുന്നതും ഈ മരത്തിന് മുകളിലിരുന്ന ആ ഒരു കുട്ടികള് അവരുടെ കയ്യിൽ കല്ലോ എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു, അതെടുത്ത് ഇവരെ രണ്ടുപേരെ എറിയുന്നു. അപ്പോൾ വേദന കാരണം രണ്ടുപേർക്ക് അവിടെ നിൽക്കാൻ കഴിയാതെ അവിടെ നിന്ന് രണ്ടുപേരും നല്ല വേഗതയിൽ ഓടാൻ തുടങ്ങും. കുറേ ദൂരം ഓടി അവസാനം ഒരു വലിയ ബംഗ്ലാവുണ്ട്. പക്ഷെ അത് തകർന്ന് തരിപ്പണമായിട്ട് കിടക്കാണ്. അങ്ങനെ രണ്ടുപേരും ആ ഒരു ബംഗ്ലാവിനകത്തേക്ക് കയറിയിട്ട് അതിനുള്ളിലേക്ക് രണ്ടുപേരെ കയറി നോക്കുമ്പോൾ അതിനകത്തും ചെറിയ കുട്ടികളുണ്ട്. അവരുടെ കയ്യിലാണെങ്കിലോ ഹീറോയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം താഴേക്ക് തട്ടിയിട്ട് അവര് നോക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് വീണ്ടും ഇവര് രണ്ടുപേരും പേടിച്ചിട്ട് ഇപ്പൊ ആ ഒരു വീട് വിട്ട് വെളിയിലേക്ക് വന്ന് കുറെ ദൂരം ഓടി വരുമ്പോഴത്തേക്കാണ് കാടിനുള്ളിൽ വലിയൊരു കുഴിയുണ്ട്. അതിനകത്ത് ആ ഒരു കരയുന്ന ശബ്ദം. ഹീറോ അവിടേക്ക് വന്ന് നോക്കുമ്പോഴാണ് അത് ആ ഒരു ചുരുണ്ട മുടിക്കാരൻ അവനെ ഈ കുഴിയിലേക്ക് തള്ളിയിട്ടത് ഈ കുട്ടികളായിരുന്നു. അപ്പൊ ഈ കാര്യം പറഞ്ഞ് ചുരുണ്ട മുടിക്കാരൻ തന്നെ രക്ഷിക്കാൻ പറയുമ്പോൾ ആ ചുരുണ്ട മുടിക്കാരന്റെ കയ്യിലൊരു തോക്കുണ്ട്. ഹീറോ ആ ഒരു തോക്ക് ചോദിക്കും. അപ്പോൾ ചുരുണ്ട മുടിക്കാരൻ ആ ഒരു തോക്കെടുത്ത് ഹീറോയുടെ കയ്യിൽ കൊടുക്കുന്നതും ഹീറോ ആ ഒരു തോക്ക് വാങ്ങി ആ ചുരുണ്ട മുടിക്കാരന്റെ നേർക്ക് നീട്ടിയിട്ട് എന്റെ മകനെ കണ്ടുപിടിച്ചില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ പണം മുഴുവനും എനിക്ക് തിരിച്ചു തരണമെന്ന് പറയുമ്പോൾ ആ ചുരുണ്ട മുടിക്കാരൻ പറയും അതെ നിങ്ങളുടെ പണം എന്തായാലും തിരിച്ചു തരാം, എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പറയുന്നതും ഹീറോ ഇപ്പൊ അവന് കൈ കൊടുക്കാണ്. എന്നിട്ട് ആ കൈ പിടിച്ച് മുകളിലേക്ക് കയറാൻ പറയുമ്പോൾ അപ്പോൾ അവനെ വലിച്ച് മുകളിലേക്ക് കയറ്റുമ്പോഴത്തേക്കും ആ സ്ഥലത്തുള്ള ചെറിയ കുട്ടികളുണ്ടല്ലോ, അവരെല്ലാവരും കൂട്ടമായിട്ട് ഈ സ്ഥലത്തേക്ക് വരികയാണ്. പക്ഷെ കുറച്ചൊന്നുമല്ല, ഒരുപാട് പേരുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ഹീറോയിൻ ഈ കുട്ടികളെ കണ്ട് പേടിക്കാതെ അവരുടെ ഇടയിലേക്ക് പോകുന്നു. അവരാണെങ്കിലോ ഹീറോയിനെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അവരോട് എന്ത് പറഞ്ഞെന്നറിയത്തില്ല. പെട്ടെന്ന് ഈ ഒരു കുട്ടികളെല്ലാം കൂടി ഓടി വന്നിട്ട് ആ ഒരു കുഴിയുടെ ചുറ്റും വന്ന് വെളിയിലുള്ള മണ്ണെല്ലാം വാരി ആ ചുരുണ്ട മുടിക്കാരന്റെ എറിയാണ്. എറിഞ്ഞെറിഞ്ഞ് അവന് ജീവനോട് തന്നെ അതിനകത്തിട്ട് മൂടുകയും ചെയ്യുന്നു. അതൊരു വല്ലാത്ത സീനാണ്. അത് ഈ ചെറിയ കുട്ടികൾ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ ഈ കുട്ടികളെല്ലാം അങ്ങനെ ചെയ്യുന്ന കണ്ട ആ ഒരു ഗ്യാപ്പിൽ ഹീറോ ഓടി വന്ന് ഹീറോയിന്റെ കൈ പിടിച്ചിട്ട് അവളെയും വിളിച്ച് അവിടെ നിന്ന് ഓടുകയാണ്. ഓടി അവർ വരുന്നതോ ആ ഒരു ബംഗ്ലാവ് ഉണ്ടല്ലോ അതിനകത്തേക്ക്. അങ്ങനെ രണ്ടുപേരും അതിനകത്തേക്ക് കയറിയിരിക്കുന്നതും കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു കുട്ടികള് ഈ വീടിന് വെളിയിൽ വന്നു. എന്നിട്ട് ആ ഒരു വീടിന് ചുറ്റി ആ കുട്ടികളെല്ലാവരും അങ്ങനെ നിൽക്കുമ്പോൾ ഹീറോ ആണെങ്കിലോ ഇതെല്ലാം കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്നുപോലും അറിയത്തില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഹീറോയിൻ ഈ വീടിന്റെ പിറകിലൂടെ മറ്റൊരു വഴിയുണ്ട്, അതിലെ ഏതോ ഒരു ചെറിയ പയ്യൻ വരുന്നത് കണ്ട് അവന്റെ പിറകെ അതുവഴി കയറിപ്പോവും. ഹീറോ അതുവഴി മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് കഴിയുന്നില്ല. ഇപ്പോ തന്റെ ഭാര്യ എങ്ങനെയും രക്ഷിക്കണമല്ലോ, അതുകൊണ്ട് ഹീറോ ആ ഒരു ബംഗ്ലാവ് വിട്ട് വെളിയിലേക്ക് ഇറങ്ങും. വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ കുട്ടികളും അവരുടെ കയ്യിൽ ഈ കുന്തവും മറ്റു കാര്യങ്ങളായിട്ട് നിൽക്കാണ്. ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവരുടെ ഇടയിലേക്ക് വന്നിട്ട് ഇപ്പോ മുന്നിലേക്ക് നോക്കുമ്പോൾ ഹീറോയിൻ ഈ കുട്ടികളുടെ നടുവിലായിട്ട് നിൽക്കുന്നു. പക്ഷെ ഇവരാരും ഹീറോയെ ഒന്നും ചെയ്യുന്നില്ല. ഹീറോ ആണെങ്കിലോ ഒരു വല്ലാത്ത രീതിയിൽ അവളെ നോക്കുന്നുണ്ട്. കുറേ നേരം അങ്ങനെ നോക്കി നിന്ന് ഇപ്പോ ഹീറോയിൻ ആ കുട്ടികളുടെ ഇടയിൽ നിന്ന് ഹീറോയെ നോക്കിയിട്ട് അവള് ശബ്ദം കുറച്ച് എന്തോ ഒരു കാര്യം കുട്ടികളോട് പറയുന്നുണ്ട്. പക്ഷെ എന്താണ് പറഞ്ഞെന്നറിയത്തില്ല. പെട്ടെന്ന് ഈ ഒരു കുട്ടികളെല്ലാം അവരുടെ കയ്യിലുള്ള ആ ഒരു കമ്പും കല്ലും അതെല്ലാം വെച്ചിട്ട് ഹീറോയെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. അതും അവന്റെ ദേഹത്ത് കുത്തി അവനെ കൊടൂരമായിട്ട് അവിടെ വെച്ച് കൊന്നിട്ട് കുറച്ചു കഴിഞ്ഞ് കാണിക്കുമ്പോൾ അവന്റെ ശരീരം മുഴുവൻ വലിച്ചു കീറി ഈ കുടൽ മാലയുണ്ടല്ലോ അതെല്ലാം എടുത്ത് ഈ കുട്ടികൾ തിന്നാൻ തുടങ്ങുന്നു. അത് വളരെ കൊടൂരായിട്ടുള്ളൊരു സീനാണ്.
ഇപ്പോ ഹീറോയിൻ വിചാരിച്ചത് എന്താണെന്നറിയോ? തന്റെ ഭർത്താവ് ഇപ്പൊ തന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഈ കാട് വിട്ട് ഹീറോയിനെ കൊണ്ടുപോകും. പക്ഷെ അതിനൊരിക്കലും അവൾ സമ്മതിക്കത്തില്ല. പക്ഷെ അങ്ങനെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോയെ ഈ കുട്ടികളെ വെച്ച് അവൾ കൊന്നത്. സത്യത്തിലെ ഹീറോയിന് തന്റെ കുട്ടിയെ നഷ്ടപ്പെട്ടതിന് ശേഷം അവള് മാനസികമായിട്ടും തളർന്നുപോയി. അതുമല്ല, ഇതുപോലുള്ള ഒരു സ്ഥലത്ത് വന്ന് അവളുടെ ഭ്രാന്ത് കൂടിയിട്ട് ഇപ്പോ അവൾക്ക് ഒരുപാട് കുട്ടികളുണ്ട് ഈ ദ്വീപില്. അങ്ങനെ ആ കുട്ടികളുടെ എല്ലാവരുടെയും അമ്മയാവാൻ വേണ്ടിയിട്ടാണ് അവളിപ്പോ ഹീറോയെ കൊന്ന് ഈ ദ്വീപിൽ തന്നെ അവൾ ഇനി കഴിയാൻ പോകുന്നത്. ഇപ്പൊ അവസാനം കാണിക്കുമ്പോ ആ കുട്ടികളെല്ലാം ഹീറോയിന്റെ ചുറ്റും വന്ന് അവളെ തടവുകയാണ്. അതുമല്ല, അവളുടെ ദേഹത്ത് ആ ഒരു ചെടിയെല്ലാം വാരി അവരിൽ ഒരാളായിട്ട് ഹീറോയിനെ മാറ്റുന്നു. അതോടെ ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള മൂവീസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ SRV's മൂവി എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഒരു ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താലേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.